എല്ലാവർക്കും നമസ്കാരം. ആത്മപ്രകാശത്തിലേക്ക് സ്വാഗതം. ഇന്ന് അധ്യാത്മരാമായണ പാരായണം 28-ാം ദിവസം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഇന്ന് അധ്യാത്മരാമായണം പാരായണം 28-ാം ദിവസം. യുദ്ധകാണ്ഡത്തിലെ മേഘനാദവധം മുതൽ രാവണന്റെ ഹോമവിഘ്നം വരെ. മേഘനാദവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനേയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനെ വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വഴിസമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ചക്രനോടങ്ങറിയിപ്പാൻ അനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാനും ആർത്തി മുഴുത്തു തെരുതരച്ചാകയും മാർക്കണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കുകയും ഗോത്രാരിജിത്തു ജയിച്ചതും എത്രയും പാർത്തോളം അദ്ഭുതമെന്ന് പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്ന് അലറുന്ന ഘോഷവും വാനവേന്ദ്രൻ ധനുർജ്ഞാനാഭഘോഷവും ആനകൾ വെല്ലലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴുങ്ങി ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനൊന്ന് മുതിർന്നു പുറപ്പെട്ടാൻ. കുംഭനും താനും പ്രജംഘനും എത്രയും പമ്പുള്ള യുവാക്ഷനും ശോണിതാക്ഷനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നളവ് ഇമ്പം കലർന്നടുത്ത കവിവീരരും രാത്രിയിൽ ആർക്കം അടുത്തു ഗുരുതോരു രാത്രിഞ്ചരന്മാർ തെരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോയിതെന്നു ചൊല്ലി അടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാർ അഭിമാനം നടിച്ചും തിരിച്ചും കളയപരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വമ്പോടടുത്താൻ അതുനേരം മമ്പുകൊണ്ടേറ്റ വളർന്നു കവികളും കമ്പങ്കലം ഒഴിച്ചാരതു കണ്ടത. ജംഭാര്യനന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതുനേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും പൊരുതതിക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നെടുത്താരതു നേരം കൊന്നാൻ പ്രജംഘനെ താരേയനുമഹ. പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിത് ശോണിത നേത്രനെയുമത. മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. പന്തരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം കൊഴിച്ചിടിനാൻ. പമ്പരാൻ വാനരന്മാരൊക്കെ വണ്ടിനാർ. സുഗ്രീവനും പേരിൽ ആമാറ് ചാടി വീണ് ഉഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നടുത്തെറിഞ്ഞിടിനാൻ. അന്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ചതി കോരനാം കുംഭൻ കരയേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിൽ അയച്ചിടിനാൻ.
സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ പരിഖവുമായുടൻ സംഹാരരുദ്രനെ പോലെ മൃണാജിതെ സിംഹനാദം ചെയ്തെടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംബനെ തൽക്ഷണേ മാരുതി മാറിൽ അടിച്ചാൻ നികുംബനും ആരി നുറുങ്ങി വീണു തൽപരിഖവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായ ഒരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനെ അശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്ത കവിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോട് അറിയിച്ചാൽ അവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ഗന്ധം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യോന ഗോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചെന്നു വന്നിടുകന്നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടും അടുത്തു രണാങ്കണെ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യനി കീലാകാരമയച്ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനറ ചെന്ന് അഭയം തരികന്നു രാമാന്തികെ നിന്ന് പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ ഇയാളുകളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂങ്ങിടിനാൻ. ഒന്നിനൊന്നൊപ്പം എയ്താൽ മകരാക്ഷനും ഭിന്നമായ ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ പൊടിയും കുടയും കുതിരയും കൽപ്പാണി തന്നെ ഇരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനേതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലാമാറോ ചാടി ശൂലവും കൊണ്ടു പാരമെടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു. ദേവകൾക്കാവത്ത് മുട്ടു തീർത്തിയിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോട് അറിയിച്ചാനത് കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോട് കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപ്പാലയുഗ്നം പണിഞ്ഞുചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം പുക്കിരുന്നരുളിയിടുക. സന്താപമുണ്ടാകരുതിതു കാരണം യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്ന് കാകുൽസ്ഥനോട് യുദ്ധം ഉണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെ നമ്മയും അസ്ത്രങ്ങൾ എഴുതുടൻ അന്തം വരുത്തുന്നത് എട്ടോ നാളെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചെന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്ന് വീഴുന്നവരോടും പിതാമഹാസ്ത്രം പ്രയോഗിക്കരുതോ പാതകമുണ്ടാമതല്ലായിലേവനും ഞാൻ ഇവനോട് പോർ ചെയ്വൻ എല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ചന്തികെ സന്നദ്ധനായത് കണ്ടൊരു രാവണി തൽക്ഷണെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൂക്കുമായ സീതയെ പേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ട് ദുഃഖിച്ചു. മാരുതിതാനും പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വിട്ട് ഞാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേതി വാവിട്ടും മയ്യൽ വഴിയാൾ മുറ വിളിച്ചിടിനാൾ. ചോരയും പാലിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ പരമെന്തുള്ളത് ഈശ്വര. നാം ഇനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു. ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട് സാകുലൻ മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പോൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരൻ. ലോകേശനന്ദന പാർക്കരുതേതുമേ യുദ്ധമാകർണ്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങ് വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്ന് അങ്ങോട്ട് തന്നെ നടക്കണീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിപ്പോഴേ ചെന്ന് ജഗൽസ്വാമിയോട് ഉണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ട് നീയെന്നുടൻ മാരുതി ചൊന്നത് കേട്ടവൻ താനുമായി ചൊന്നു തൊഴിലുണർത്തിച്ചു. മൈഥിലി തന്നെ നാശവൃത്താന്തം എത്തേരുമേ ഭൂമിയിൽ വീണ് മോഹിച്ചു. രഘുത്തമൻ സൗമിത്രിതായും അന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ കണ്ടത മഞ്ജനാപുത്രനും ഉത്സംഗസേന്നി ചേർത്താൻ അത് കണ്ടു. അജ്ഞരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ചവിടേക്ക് വന്നു. വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞത്
മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയിണ കൊട്ടി ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞോ വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരും ഉണ്ടായി വരാ. മായാ നിപുണനാം മേഘനിനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചതെന്തിനാശു കേൾ. മർക്കടന്മാർ നിന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബിലയിൽ ചെന്നു. ഉക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കണ്ടൊരുപായം അത്യദ്ഭുതം. ചെന്നിനി ഹോമം മുടക്കണമെല്ലായെങ്കിലും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ട് പോകണം. ഓർത്ത് കാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കണമെന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടള വാലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തെ പുരാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകപിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പനസൻ കുമുദൻ വികടനും പാദാത്മജൻ വേഗദർശി വിശാലനും യോധർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ രതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പുക്കു നിറഞ്ഞതു. നക്തഞ്ചര വരന്മാരെ ചുഴലവെ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ. രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു. കവികളും ഏറ്റമേറും കൊണ്ട് വീണു തുടങ്ങിനാരറ്റമില്ലാതെ ഓരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റലരെ ചെറ്റ കറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു. രാവണി വില്ലും ശരങ്ങളും കൽപ്പോടെടുത്തു പോരിലെടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടഞ്ഞു നിർത്തിയിടിനാൻ. വന്നു നികുംഭില യാത്രമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു. വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്തതി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതിന്. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങളും തൂക്കിയിടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തു മധ്യർത്ഥമസ്ത്രങ്ങളെ തീടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൽസുതൻ ഉൽപ്പന്ന മോദം കുമാരനെ സാദരം. ലക്ഷ്മണ ഭാഷയെ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ. ദശാനനപുത്രനും രാക്ഷസജാതിയിൽ വന്നു തുറന്ന സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നത് ഓർത്തിയിടിനാൽ എത്രയും നന്നെന്നത് ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്ര സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാവേല ചെയ്യുന്നതും അത്ഭുതം എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അധിക നീ വംശം മുടിക്കുന്നതിന് നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവാനെന്നു ഞാൻ അംശുമാലികുല നായക അനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാമതെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാൻ. ആശു സൗമിത്രി തന്നോടവൻ 2 ദിനം മമ ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര. വിശേഷിച്ചും കണ്ടുകൊള്ളുക അല്ലായെങ്കിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞ് 7 ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു. വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിന. തൽക്ഷണം ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ. ശക്രാരിമേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനേനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥീതന്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപം എടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തും മുറിച്ചിടിനാൻ. മന്നവൻ പന്തി കണ്ടരാത്മജനന്നേരം
ഊറ്റമായ ഒരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂക്കിയിടിനാൻ. സത്വരൻ ലങ്കയിൽ പൊക്കു തേരും പൂട്ടി വിദ്രുതം വന്നത് രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും. നാരദൻ താനും പ്രശംസിച്ചതന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകുകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും ലാഘവൻ ചേർന്നു കരേണ ബന്ധിപ്പിച്ചു. രാഘവന്തൻ പദാംഭോരുഹം മനസ്സേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു പുക്കുശരം. ഭൂമിയിൽ വീണതോ രാവണി തന്നുടൽ. ആമയം തീർന്നതോ ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തത സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാലുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങൾ 1000 വിളങ്ങീതതാ. ഗോത്രാരിതാനും പ്രസാദിച്ചതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചതേറ്റമാം. ആനന്ദിച്ചതാശു വിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനൻ ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊടമോദം ഉണർന്നിടിനാൻ. മൂർധിനി ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു. ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം. രാവണൻ താനും മരിച്ചാനറിയ നീ. നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. രാവണ വിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണത് ഭൂമിയിൽ മോഹം കലർന്നത് ക്ഷീണനായി. പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാര മണ്ഡോദരീ നന്ദന. ഹാ ഹാ സുകുമാര വീര മനോഹര. മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവൻ. ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. പിന്നവർക്കും ജന്മാർക്കും മുനിമാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതു. നമ്മയും പേടിയില്ല ആർക്കുമിനി. മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണം എന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഓങ്ങി ചിരിച്ചലർത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി എത്രയും വേവതുഗാത്രിയായി. ഹേ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കുന്ന ശാന്തരെ. ബുദ്ധിമാനായ സുഭാഷ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ധർമ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്ക്. ഗുഹനും അനന്തനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ. കാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രത സ്നാനപരായണൻ. ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാനെന്നു യുദ്ധാന്തരെ നന്നു നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോ മായാസാർത്ഥം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേനെ പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുഭാഷ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്ന എത്രയും ആസ്തയാമന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോട് ഏറ്റളവ് ഒന്നൊഴിയാതെ ഒടുക്കിനാൻ. രാമനും മന്നകണ്ഠനോട് എതിർത്തിതു രാവണൻ. നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങൾ എയ്തെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനും. പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം.
ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയ മർക്കടവീരരും അർക്കാന്മയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരുതിയും കടന്നിക്കരെ വന്ന് ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായതു ദുഃഖം ഉൾക്കൊണ്ടിരിക്കുമാറായതു. സൽഗുരു, ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രം ഒരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കുള്ളൂ. വിഘ്നം വരാതെ കഴിഞ്ഞു ഓടുന്നാവിൽ അഗ്നികുണ്ടത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണപൂണീര ചാപാശ്വരഥാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൾ എന്നോട് സാഗര മന്ദരമെന്നിയ ഹോമം കഴിക്ക. നീ ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തതു. തന്നെ മന്ദിരം തന്നെ ഗുഹാതലം ദിവ്യമാം ദ്രവ്യഹവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൻ ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂമം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിടുകില്ലെന്നുമേ നാം അവനോട് തോറ്റിയിടും. മഹാരണെ ഹോമം മുടക്കുവാനായി അയച്ചിടുക. സാമോദമാശു കവികുലവീരത ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുത പുത്രാങ്കദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നു രാവണ മന്ദിരക്കു പുരപാലകന്മാരെയും കൊന്നു. മർക്കട വീരരൊരുമിച്ച് അനാകുലം വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമസ് നിജകര സംജ്ഞയ സൂചിച്ചതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാര ബന്ധന പാഷാണം ആമയഹീനം പൊടികൊടുത്തങ്കതൻ. തത്ര ഗുഹയിൽ അകമ്പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികൻ. മറ്റുള്ളവകളും അങ്കദാനുജ്ഞയ തെറ്റെന്നു ചെന്നു ഗുഹയിൽ ഇറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമ പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഹാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലെ ഹോമിച്ചു ഖണ്ഡിച്ചു. ലഘുമേഖലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹത്സവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ. അതുകൊണ്ടു സത്വരൻ ക്രീഡയ വാനര ശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാൻ. ഏറ്റവും ധ്യാനത്തിനേതോ വിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം മുറുക്കിയിട്ടിടിനൻ. വിശ്രസ്തജീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ, നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര? മാനം ഭവാനോളം ഇല്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവീരരെന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാരിലിടയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജലമതേ. എന്തിനെ കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമീ എന്തോന്നു ദുർമതേ. ജീവിതാശാതെ ബലീയസി മാനസേ. ആ വിധി വൈഭവം എത്രയും അദ്ഭുതം. അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭൂവി. ശത്രുക്കൾ വന്നവളെ പിടിച്ച് എത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നത് ഉത്തമമേവനും. നാണവും പത്നിയും വേണ്ടി ഇവനു പ്രാണഭയം കൊണ്ട് മൂടൻ മഹാഹലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നുതൻ വാളുമായി സത്വരം. അങ്കദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രീധരേശ്വര പത്നിയെയുമായി ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമം അശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിയിടിനാർ. മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസിനും ചൊല്ലിനാൻ. നാളെ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടുന്നീ. ജ്ഞാനവിനാശനം ശോകം അറിയുക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദി ബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധ ലോഭ മോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ
അജ്ഞാനങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളകനീ ജ്ഞാനസ്വരൂപനാത്മാ പരൻ അദ്വയൻ ആനന്ദപൂർണ്ണ സ്വരൂപൻ അലേപകൻ ോടില്ല സംയോഗം അതിന് മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളകനീവല്ലഹേ ഞാൻ ഇനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരെയും കൊന്നുവന്നിടുവൻ അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലൊരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുക സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവദണ്ഡങ്ങൾ പതിച്ചു മരിക്കുന്നീ ഭാവനയോടും എന്നാൽ വിധിയും വരും വിഗ്രഹിച്ചത് കേട്ട് മണ്ഡോദര്യം ദശഗ്രീവനോട് പറഞ്ഞാൽ അത് നേരം രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കൽ എന്ന് ധരിക്കണേ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും അവൻ നഗരാവതാരമനുഷ്ഠിച്ചു വായുവസ്വത മനുതനെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നം 1,00,000 യോജന വിസ്തൃതമായൊരു പൂർണ്ണമായി ക്ഷീരസമുദ്രമഥനകാലേപുര ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നുമെന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശുപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണു ബലിയോട് യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായ ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ മാർത്താണ്ഡ വംശേ ദശരഥപുത്രനായി ധാത്രീസുത വരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്ന് ധരിക്കണീ പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ നിർലജ്ജനാകയാൽ മൂഢ ജലപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായി കൊണ്ട് രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ കണ്ട പരാക്രമൻ ചൊന്നാൻ അതു നേരം പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതോ ഭംഗിയല്ലടോ ഭാവിച്ചവണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഹരി ഓം.